Next question നോക്കാം. If z minus 1 by z plus 1 is purely imaginary number, then the value of modulus of z is. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. z minus 1 by z plus 1 is purely imaginary എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടിയവർക്ക് ആൻസർ 1 എന്ന് കിട്ടും. പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും ആക്ച്വലി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ച്വലി സെഡിന് ഒരു വാല്യൂ കൊടുത്താലും ആൻസർ കിട്ടും. z പ്യുവർലി ഇമാജിനറി, z minus 1 by z plus 1 is purely imaginary എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഡുലസ് ഓഫ് z ഇൻഡിപെൻഡന്റ് ഓഫ് z ആയിട്ടുള്ള നമ്പറാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് വേരിയബിൾ നമ്പർ അല്ല വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഓക്കെ z minus 1 by z plus 1 is purely imaginary എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു z കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ. z minus 1 by z plus 1 പ്യുവർലി ഇമാജിനറി ആയതുകൊണ്ട് ഇതിനെ ഞാൻ ix എന്ന് വിളിക്കാൻ പോവാം. z minus 1 by z plus 1 is equal to പ്യുവർലി ഇമാജിനറി ആയത് iy എന്ന് വിളിക്കാം, ix അല്ല iy. ഓക്കെ, അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കോമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന് z കണ്ടുപിടിക്കാം കേട്ടോ. z minus 1 is equal to izy plus iy, അല്ലെങ്കിൽ കോമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്താൽ ഇതിന് കിട്ടും. സോ z into 1 minus iy is equal to 1 plus iy എന്ന് കിട്ടും. z is equal to 1 plus iy divided by 1 minus iy എന്ന് കിട്ടും. ഇതിൽ നിന്ന് മോഡുലസ് ഓഫ് z is equal to മോഡുലസ് ഓഫ് 1 plus iy divided by 1 minus iy എന്ന് കിട്ടും. This is മോഡുലസ് ഓഫ് 1 plus iy divided by മോഡുലസ് ഓഫ് 1 minus iy എന്ന് കിട്ടും. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും കോംപ്ലക്സ് നമ്പേഴ്സ് കോൺജുഗേറ്റ്സ് ഓഫ് ഈച്ച് അതർ ആണ്. ഇതിന് രണ്ടിന്റെ മോഡുലസ് സെയിം ആണ്. സോ ദിസ് ഹാസ് ടു ബി ഈക്വൽ ടു 1. സോ 1 is the right answer. ഇതല്ലാതെ വേറെ പല രീതിയിലും ചെയ്യാം, ഇൻക്ലൂഡിങ് നമുക്ക് എന്ത് ചെയ്യാം, z minus 1 by z plus 1 പ്യുവർലി ഇമാജിനറി ആണെങ്കിൽ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും നമ്പർ കൊടുത്തിട്ട് പോലും ചെയ്യാം. പക്ഷെ അത്രയും പോകേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. If alpha and beta are different complex numbers with modulus of beta is equal to 1, then modulus of beta minus alpha divided by 1 minus alpha conjugate times beta is equal to എന്നാണ് ചോദ്യം. അഗൈൻ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ 1 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. സോ മോഡുലസ് ഓഫ് ബീറ്റ is equal to 1 ആണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ കോൺജുഗേറ്റ് ടൈംസ് ബീറ്റ. അപ്പോൾ മോഡുലസ് ഓഫ് ബീറ്റ 1 ആയതുകൊണ്ട് ബീറ്റ കോൺജുഗേറ്റ് ബീറ്റ 1 ആണല്ലോ. സോ ദിസ് ഇസ് മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1നെ ഞാൻ ബീറ്റ കോൺജുഗേറ്റ് ബീറ്റ എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി താഴെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ ബീറ്റ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഇത് ബീറ്റ കോൺജുഗേറ്റ് മൈനസ് ആൽഫ കോൺജുഗേറ്റ് ടൈംസ് ബീറ്റ എന്ന് കിട്ടി, റൈറ്റ്. സോ ദിസ് ഇസ് മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ദി ഹോൾ കോൺജുഗേറ്റ് മോഡുലസ് ഓഫ് ബീറ്റ എന്ന് കിട്ടി. അപ്പൊ മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫയും മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ കോൺജുഗേറ്റും സെയിം ആണ്. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റിനും മോഡുലസ് സെയിം ആണ്. Modulus of beta 1 1. So the answer comes out to be 1. 1 is the right answer. Next question നോക്കിക്കേ. Let z1 and z2 be two complex numbers such that z1 conjugate plus iz2 conjugate is equal to 0. Argument of z1 z2 is equal to pi. Then argument of z1 is എന്നാണ് ചോദ്യം. അപ്പോൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ ബോക്സ് ബി 3π/4 കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതില് ഞാൻ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് നോക്കുക. z1 കോൺജുഗേറ്റ് പ്ലസ് iz2 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു 0 എന്നും ആർഗ്യുമെന്റ് ഓഫ് z1 z2 ഇസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് z1 z2 ഇസ് ഈക്വൽ ടു പൈ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എക്സ്പ്രഷനും രണ്ടാമത്തെ എക്സ്പ്രഷനും നമുക്ക് ആർഗ്യുമെന്റിന്റെയും കോൺജുഗേറ്റിന്റെ ഒക്കെ ടേമിലാണുള്ളത്. ഞാൻ ഇതിനെ സാധാരണ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ട ആർഗ്യുമെന്റ് ഓഫ് z1 ആണല്ലോ. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് z1ഉം ആർഗ്യുമെന്റ് ഓഫ് z2ന്റെ ടേമിലേക്ക് മാറ്റണം. ഞാൻ ആർഗ്യുമെന്റ് ഓഫ് z1 θ1 എന്നും ആർഗ്യുമെന്റ് ഓഫ് z2 θ2 എന്നും എടുക്കാൻ പോവാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആർഗ്യുമെന്റ് ഓഫ് z1 കോൺജുഗേറ്റ് മൈനസ് θ1ഉം ആർഗ്യുമെന്റ് ഓഫ് z2 കോൺജുഗേറ്റ് മൈനസ് θ2 ആണ്, റൈറ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലും ആർഗ്യുമെന്റ് എടുക്കുകയാണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് അതിനു മുമ്പ് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം.
z1 conjugate is equal to minus I z2 conjugate. Argument of z1 conjugate is equal to my argument of minus I z2 conjugate. Argument of z1 conjugate എന്ന് പറഞ്ഞ സാധനം മൈനസ് തീറ്റ 1 ആണ്. ഇത് ആർഗ്യുമെന്റ് ഓഫ് മൈനസ് ഐ പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് z2 കോൺജുഗേറ്റ് ആണ്. അപ്പം മൈനസ് തീറ്റ 1 ഇസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 മൈനസ് തീറ്റ 2, അഥവാ തീറ്റ 1 ഇസ് ഈക്വൽ ടു പൈ ബൈ 2 പ്ലസ് തീറ്റ 2 എന്ന് കിട്ടി. ഇതൊരു ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് എക്സ്പ്രഷൻ എടുത്തു. ആർഗ്യുമെന്റ് ഓഫ് z1 z2 is equal to പൈ. അത് ആർഗ്യുമെന്റ് ഓഫ് z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് z2 is equal to പൈ ആണ്. എന്ന് വെച്ചാൽ തീറ്റ 1 പ്ലസ് തീറ്റ 2 is equal to പൈ ആണ്. ദാറ്റ് ഇസ് സെക്കൻഡ് ഇക്വേഷൻ. ഇപ്പൊ രണ്ട് ഇക്വേഷനും ഒരുമിച്ച് നോക്കാം. തീറ്റ 1 എന്ന് പറയുന്നത് പൈ ബൈ 2 പ്ലസ് തീറ്റ 2ഉം തീറ്റ 1 പ്ലസ് തീറ്റ 2 is equal to പൈ ആണ്. അപ്പൊ പെട്ടെന്ന് നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, തീറ്റ 2നെ എലിമിനേറ്റ് ചെയ്യാം. തീറ്റ 2 എന്ന് പറയുന്നത് തീറ്റ 1 മൈനസ് പൈ ബൈ 2 ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തീറ്റ 1 is equal to 3 പൈ ബൈ 4ഉം തീറ്റ 2 is equal to പൈ ബൈ 4 എന്ന് കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ പൈയും ഇത് തമ്മിലുള്ള ഡിഫറൻസ് പൈ ബൈ 2. ഓക്കെ, യെസ്. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് തീറ്റ 1 ആണ്. 3 പൈ ബൈ 4 is the right answer. 3 പൈ ബൈ 4 is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of theta such that 3 plus 2i sin theta divided by 1 minus 2i sin theta is purely real എന്നാ പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ സി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കിക്കേ, തന്നിരിക്കുന്നത് 3 plus 2i sin theta divided by 1 minus 2i sin theta. ദിസ് ഇസ് പ്യോർലി റിയൽ എന്ന് പറഞ്ഞിരിക്കുക. പ്യോർലി റിയൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. ഇപ്പൊ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലെയും താഴെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. 1 plus 2i sin theta 1 plus 2i sin theta. ഓക്കെ, ഇനി ഇതിന്റെ എന്തെടുക്കാൻ പോവാണ് ഞാൻ? ഇമാജിനറി പാർട്ട് z എന്ന് വിളിച്ചാൽ ഇമാജിനറി പാർട്ട് ഓഫ് z is equal to 0 കൊടുക്കാൻ പോവാം. ഇമാജിനറി പാർട്ട് ഓഫ് z is equal to 0 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഡിനോമിനേറ്ററിലെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അപ്പുറത്തേക്ക് 0 ആണല്ലോ വരാൻ പോണേ. ന്യൂ ഡിനോമിനേറ്ററിൽ എന്തായാലും ഒരു റിയൽ നമ്പറാണ് വരാൻ പോണത് ഇപ്പോൾ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. എന്താണ് ഇമാജിനറി പാർട്ട് എങ്ങനെ എടുക്കാൻ പോണത്? ഇതും മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഇതും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇമാജിനറി പാർട്ട് കിട്ടാൻ പോണത്. അപ്പൊ 6 sin തീറ്റ പ്ലസ് 2 sin തീറ്റ is equal to 0 എന്ന് കിട്ടും. 8 sin തീറ്റ is equal to 0 എന്ന് കിട്ടും. sin തീറ്റ is equal to 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ തീറ്റ is equal to എന്താണ്? n പൈ ഫോമിലാണ് ഉണ്ടാവുക. sin തീറ്റ 0 എന്ന് പറയുമ്പോൾ തീറ്റ is equal to n പൈ, n is any integer. So C is the right answer. Next question നോക്കാം. 3 complex numbers z1, z2, z3 are in AP if they lie on. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ സ്ട്രെയിറ്റ് ലൈനിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. കാരണം നമുക്കറിയാം z1, z2, z3 APയിലാണെങ്കിൽ z2 is equal to z1 plus z3 by 2 ആണ് കിട്ടി. എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന്റെ സെക്ഷൻ ഫോർമുലയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ z2 is the midpoint of z1 and z3 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ they are collinear. z1, z2, z3 are collinear എന്നാണ് അതിന്റെ അർത്ഥം. They are collinear, right? So they lie on a straight line. Next questionലേക്ക് പോവാം. The number of solutions xy of the equation z square is equal to z bar where z is equal to x plus iy എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ 4 എന്ന് കിട്ടും. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് z സ്ക്വയർ is equal to z bar ആണല്ലോ. ഇതിന് ഒരു ഇക്വേഷൻ കൂടി ജനറേറ്റ് ചെയ്യാം. ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ z bar square is equal to z എന്ന് കിട്ടും. ഓക്കെ, z ബാർ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z ബാറിന് പകരം z സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ z ബാറിന് പകരം z സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z സ്ക്വയർ ഹോൾ സ്ക്വയർ is equal to z എന്ന് കിട്ടും. അപ്പൊ z പവർ 4 is equal to z എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇത് z പവർ 4 മൈനസ് z is equal to 0 എന്ന് കിട്ടും. ഇതൊരു 4th ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ 4 റൂട്ട് ഉണ്ടാവും. അപ്പൊ 4 ആണ് അതിന്റെ ആൻസർ വരിക. ആ റൂട്ടുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ z പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ z ക്യൂബ് മൈനസ് 1 is equal to 0 എന്ന് കിട്ടും. അപ്പൊ z is equal to 0 ഒരു റൂട്ട് ആയിരിക്കും.
പിന്നെ z ക്യൂബ് ഇസ് ഈക്വൽ ടു 1ന്റെ 3 റൂട്ടുകൾ. z ക്യൂബ് ഇസ് ഈക്വൽ ടു 0ന്റെ z ക്യൂബ് ഇസ് ഈക്വൽ ടു 1ന്റെ 3 റൂട്ടുകൾ ഏതൊക്കെയായിരിക്കും? 1 ഒമേഗ ഒമേഗ സ്ക്വയർ. അപ്പൊ 0 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആയിരിക്കും 4 സൊല്യൂഷൻസ്. അത് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, നമ്മൾ പറഞ്ഞെന്ന് മാത്രം. 4 എണ്ണം ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The value of a such that the sum of the squares of the roots of the equation is least എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കിയവർക്ക് ആൻസർ ബോക്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ടത് the sum of the squares of the roots alpha square plus beta square എന്ന് പറഞ്ഞാൽ alpha plus beta the whole square minus 2 alpha beta ആണ് നമുക്ക് വേണ്ടത്. alpha plus beta the whole square minus 2 alpha beta. അപ്പൊ sum of the roots alpha plus beta എന്താ നോക്കാം. sum of the roots a minus 2 ആണ്. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ഇൻറ്റു ബീറ്റ ആണ്. അത് മൈനസ് ഓഫ് a പ്ലസ് 1 ആണ്. എങ്ങനെ നമ്മൾ എഴുതിയെന്ന് മനസ്സിലായില്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് സം ഓഫ് ദ റൂട്ട്സ് മൈനസ് ബി ബൈ എയും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് സി ബൈ എ ആണ്. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് a മൈനസ് 2ഉം ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് a പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ഇത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മൈനസ് ഓഫ് a പ്ലസ് 1 എന്ന് കിട്ടും. 2 into minus of a plus 1 എന്ന് കിട്ടും. So this expression becomes a minus 2 whole square plus 2 into a plus 1 എന്ന് കിട്ടും. So this is a square minus 4a plus 4 plus 2a plus 2 എന്ന് കിട്ടും. This is a square minus 2a plus 6 എന്ന് കിട്ടും. കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ചെയ്താൽ ഇത് a minus 1 whole square plus 5 എന്ന് കിട്ടും. a minus 1 whole square plus 5 എന്ന് കിട്ടി. The value of a such that this is least. അപ്പോൾ ഇത് മിനിമം ആവുന്നത് എവിടെയാ? മിനിമം ആവുന്നത് ഈ എക്സ്പ്രഷൻ a is equal to 1ലാണ്. അപ്പൊ അതാണ് ചോദിച്ചിരിക്കുന്നത്. a is equal to 1 is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. z and omega are two complex numbers such that modulus of z omega is equal to 1 and argument of z minus argument of omega is equal to pi by 2, then z conjugate times omega is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അഗെയിൻ ആൻസർ സോൾവ് ചെയ്ത് നോക്കിയവർക്ക് ആൻസർ ബി മൈനസ് ആയി എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത് നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി മോഡുലസ് ഓഫ് സെഡ് ഒമേഗ 1 എന്ന് തന്നിട്ടുണ്ട്. ആർഗ്യുമെന്റ് ഓഫ് സെഡ് മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ സെഡിന് എന്തെടുക്കുന്നു? r1 e raised to i theta 1 എന്ന് എടുക്കുന്നു. എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് സെഡ് r1ഉം ആർഗ്യുമെന്റ് ഓഫ് സെഡ് തീറ്റ 1ഉം. അതുപോലെ ഒമേഗയെ ഞാൻ r2 e raised to i theta 2 എന്ന് എടുക്കാൻ പോകും. മോഡുലസ് ഓഫ് ഒമേഗ r2ഉം ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ തീറ്റ 2 ആണെന്ന് മനസ്സിലായി, റൈറ്റ്? ഇനി ഫസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് എന്ത് കിട്ടി? മോഡ് സെഡിന്റെ മോഡ് ഒമേഗ ഈക്വൽ ടു 1 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ r1 r2 ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അതാണ് ആ കണ്ടീഷൻ, റൈറ്റ്? സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ആർഗ്യുമെന്റ് ഓഫ് സെഡ് മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ഈക്വൽ ടു പൈ ബൈ 2 അല്ലേ? അതിന്റെ അർത്ഥം എന്താ? തീറ്റ 1 മൈനസ് തീറ്റ 2 ഈക്വൽ ടു പൈ ബൈ 2 എന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്. അത് നമുക്ക് കിട്ടി. ഇനി നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെഡ് കോൺജുഗേറ്റ് ഒമേഗയാണ്. സെഡ് കോൺജുഗേറ്റ് ഒമേഗ. സെഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ സാധനം r1 e raised to മൈനസ് i theta 2 ആണ്. സോ ദിസ് ഇസ് r1 e raised to മൈനസ് i theta 2 ടൈംസ് r2 e raised to i theta 1. സോറി, തീറ്റ 2 അല്ല, തീറ്റ 1 ആണ് കേട്ടോ. ഇവിടെ മൈനസ് ഐ തീറ്റ 1 തീറ്റ 1 തീറ്റ 2. ഓക്കെ, സെഡ് എന്ന് നമ്മൾ വിളിച്ചത് r1 e raised to i theta 1നെയാണ്. അപ്പൊ സെഡ് കോൺജുഗേറ്റ് r1 e raised to മൈനസ് i theta 1 ആണ്. സെഡ് ഒമേഗനെ നമ്മൾ വിളിച്ചത് r2 e raised to i theta 2 എന്നാണ്. അപ്പൊ ഇത് നമുക്ക് നോക്കിക്കുക, സെഡ് കോൺജുഗേറ്റ് ഒമേഗ നമുക്ക് വന്നത് r1 r2 e raised to മൈനസ് ഐ തീറ്റ 1 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ 2 എന്ന് കിട്ടും. സോ ദിസ് ഇസ് r1 r2 ഇ റേസ് ടു ഐ ഇൻറ്റു തീറ്റ 2 മൈനസ് തീറ്റ 1. തീറ്റ 2 മൈനസ് തീറ്റ 1, r1 ഇൻറ്റു r2 1 ആണെന്ന് നമുക്കറിയാം. തീറ്റ 2 മൈനസ് തീറ്റ 1 മൈനസ് പൈ ബൈ 2 ആണ്. മൈനസ് പൈ ബൈ 2. സോ ദി ആൻസർ ഇസ് ഇ റേസ് ടു മൈനസ് ഐ പൈ ബൈ 2 വിച്ച് ഇസ് മൈനസ് ഐ. മൈനസ് ഐ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3 ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗൈൻ വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ ഡി കിട്ടിയിട്ടുണ്ടാവും, ഡോഗ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ്
ഗ്രേറ്റർ ദാൻ 3 ആണല്ലോ. അപ്പൊ നമ്മൾ പല കേസായിട്ട് എടുക്കാൻ പോവാണ്. മൊത്തം നമ്പർ ലൈനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്, സെക്കൻഡ് ഇൻ്റർവെല്, തേർഡ് ഇൻ്റർവെല്, അങ്ങനെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പൊ കേസ് 1 എടുക്കാൻ പോവാണ് ഞാൻ. കേസ് 1 x ബിലോങ്സ് ടു -ഇൻഫിനിറ്റി ടു -1. -1 നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എവിടെ വേണമെങ്കിലും ഉൾപ്പെടുത്തുള്ളൂ. അപ്പുറത്തെ ഇൻ്റർവെൽ ഉൾപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല. -ഇൻഫിനിറ്റി ടു -1 എടുത്തു. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ x+1 നെഗറ്റീവ് ആണ്, എക്സ് നെഗറ്റീവ് ആണ്. മോഡുലസ് ഓഫ് x+1 എന്ന് പറഞ്ഞ സാധനം മൈനസ് ഓഫ് x+1 ആയി മാറിയിട്ടുണ്ടാവും. മോഡുലസ് ഓഫ് എക്സ് -x ആയി മാറിയിട്ടുണ്ടാവും. മോഡുലസ് ഓഫ് x+1 മൈനസ് ഓഫ് x+1ഉം മോഡുലസ് ഓഫ് എക്സ് -x ആയി മാറിയിട്ടുണ്ടാവും. നമുക്കിനി നോക്കാം. മോഡുലസ് ഓഫ് x+1 ഒറിജിനൽ ക്വസ്റ്റ്യനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഓഫ് x+1 -x ഗ്രേറ്റർ ദാൻ 3 എന്ന് കിട്ടി. ഈ കണ്ടീഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. -x -1 -x ഇസ് ഗ്രേറ്റർ ദാൻ 3. സോ -2x ഇസ് ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞാൽ 2x ഇസ് ലെസ് ദാൻ -4, x ലെസ് ദാൻ -2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൊല്യൂഷൻ സെറ്റ് x ബിലോങ്സ് ടു -ഇൻഫിനിറ്റി ടു -2 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും ഭാഗത്തെ സൊല്യൂഷൻ സെറ്റ് ഇതാ ഇങ്ങനെ കിട്ടി. നമ്മൾ പല ഇൻ്റർവെലായിട്ട് എടുക്കുകയാണ്. ആദ്യത്തെ കേസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് കേസ് എടുക്കാം നമുക്ക്, കേസ് 2. അപ്പോൾ കേസ് 2 ഞാൻ എടുക്കാൻ പോകുന്നത് x ബിലോങ്സ് ടു -1 മുതൽ 0 വരെ. അപ്പോൾ ഇവിടെ x+1 ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. x എന്ന് പറഞ്ഞ സാധനം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. മോഡുലസ് ഓഫ് x+1 ഇസ് x+1 itself ആൻഡ് മോഡുലസ് ഓഫ് x ഇസ് -x. ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് x+1 എന്ന് പറഞ്ഞ സാധനം x+1 തന്നെയായി. മോഡുലസ് ഓഫ് x എന്ന് പറഞ്ഞ സാധനം -x ആയി മാറി. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ സെറ്റ് നൾ സെറ്റ് ആണ്. 1 ഗ്രേറ്റർ ദാൻ 3 തെറ്റല്ല. അപ്പോൾ നൾ സെറ്റ്, നോ സൊല്യൂഷൻ. ഇനി നമുക്ക് കേസ് 3 എടുക്കാം. കേസ് 3ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം മോഡുലസ് ഓഫ് x+1 തന്നെയാണ്. മോഡുലസ് ഓഫ് എക്സ് തന്നെയാണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോണേ? x+1 പ്ലസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3, 2x ഗ്രേറ്റർ ദാൻ 2 എന്ന് കിട്ടും, എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. അപ്പോൾ x ബിലോങ്സ് ടു 1 ടു ഇൻഫിനിറ്റി ഇവിടുത്തെ സൊല്യൂഷൻ സെറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു സൊല്യൂഷൻ സെറ്റ് 1 ടു ഇൻഫിനിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് -ഇൻഫിനിറ്റി ടു -2 കിട്ടിയിട്ടുണ്ട്. അതിന് രണ്ടിൻ്റെ യൂണിയൻ. അപ്പം -ഇൻഫിനിറ്റി ടു -2 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി ഇസ് ദ റൈറ്റ് ആൻസർ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ഈച്ച് ഐറ്റം given under column C1 to its correct answer given under column C2. There are 10 professors and 20 lecturers, out of whom a committee of 2 professors and 3 lecturers is to be formed. Find the number of ways in which a committee can be formed. അതായത് നമുക്കറിയാം 10 പ്രൊഫസേഴ്സും 20 ലെക്ചറേഴ്സുമാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് 4 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാച്ച് ചെയ്യാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ നിങ്ങൾ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ കറക്റ്റായിട്ട് മാച്ചിങ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 10 പ്രൊഫസർമാരെയും 20 ലെക്ചേഴ്സും ഉണ്ട്. ഫസ്റ്റ് ചോദ്യം എങ്ങനെ? കമ്മിറ്റിയിൽ എത്ര പേരെടുക്കണം? there are 10 professors, a committee of 2 professors and 3 lecturers to be formed. അപ്പോൾ 2 പേരെയും 3 പേരെയും സെലക്ട് ചെയ്യണം. അപ്പോൾ കമ്മിറ്റി ഫോം ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞത്, ഫസ്റ്റ് കമ്മിറ്റി ക്യാൻ ബി ഫോം എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ വരാൻ പോണത്? 10ൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നു, 20ൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുന്നു. 10C2 × 20C3. അപ്പോൾ ഇതിൻ്റെ മാച്ചിങ് നമുക്ക് കിട്ടി. ഇത് ഇതിലായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ പ്രൊഫസർ ഇസ് ഇൻക്ലൂഡഡ് എന്നാണ് പറയുന്നത്. ആ പർട്ടിക്കുലർ പ്രൊഫസർ ഇസ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി 9 പേരിൽ നിന്ന് ഒരാളെ എടുക്കേണ്ടതുള്ളൂ. പിന്നെ ലെക്ചറേഴ്സിൽ നിന്ന് 20 പേരിൽ നിന്ന് 3 പേരെ. അപ്പോൾ ഇവിടെ ആൻസർ വരാൻ പോകുന്നത് 9C1 × 20C3. എന്താ 9C1 എന്ന് മനസ്സിലായോ? ഒരാളെ എടുത്തു കഴിഞ്ഞു, അയാളെ നിർബന്ധമായിട്ട് അതിലുണ്ട്. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 1 വേ. ബാക്കിയുള്ള 9 പേരിൽ നിന്ന് ഇനി നമുക്ക് ഒരാളെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മാച്ചിങ് ആയിട്ടുള്ളത് ഏതാണ്? 6 ആണ്. എ പർട്ടിക്കുലർ ലെക്ചറസ് ഇൻക്ലൂഡഡ്, ഒരാളെ ഇൻക്ലൂഡ് ചെയ്യണം, ലെക്ചറർ. അപ്പോൾ എത്ര വരാൻ പോണത് അവിടെ? ലെക്ചറർ 19C2 പ്രൊഫസർ 10C2 ആണ്.
അപ്പോൾ 10C2 ഇൻറ്റു 19C2 എന്ന് പറയുന്നത് ഇതാണ് മാച്ചിങ്. എ പർട്ടിക്കുലർ ലെക്ചർ ഇസ് എക്സ്ക്ലൂഡഡ്. ഒരാളെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അയാളെ മാറ്റി നിർത്തി ബാക്കി 19 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ പ്രൊഫസേഴ്സ് 10C2 തന്നെ. അപ്പോൾ 10C2 ഇൻറ്റു 19C3 ഇതാണ് ഇതിൽ മാച്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ എ എസിലേക്ക് മാച്ച് ചെയ്യുന്നു, ബി ആറിലേക്ക് മാച്ച് ചെയ്യുന്നു, സി ക്യൂയിലേക്ക് മാച്ച് ചെയ്യുന്നു, അതുപോലെ ഡി പിയിലേക്ക് മാച്ച് ചെയ്യുന്നു. എലിഫന്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. NCR-1 is 36 and NCR is equal to 84. NCR plus 1 is 126. Then R is equal to. സ്ഥിരം കീമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എങ്ങനെ ചെയ്യാൻ നോക്കാം. ചെയ്ത് കിട്ടിയവർക്ക് ആൻസർ 3 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ NCR-1 എന്ന് പറഞ്ഞത് 36 ആണ്. NCR എന്ന് പറയുന്നത് 84 ആണ്. NCR+1 എന്ന് പറയുന്നത് 126 ആണ്. NCR-1 36, NCR 84, NCR+1 is 126. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് N ഉം R ഉം കണ്ടുപിടിക്കണം. ഈ NCR-ഉം NCR-1 നമുക്ക് ഡിവൈഡ് ചെയ്യാം. NCR/NCR-1. അപ്പോൾ ഇത് റിസൾട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെന്താണ്? N-(R-1) ഡിവൈഡഡ് ബൈ R ആണ്. റൈറ്റ്. അത് ഓർക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും സെയിം വന്നു. അടുത്തത് ഇവിടെ ഡിഫറൻസ് 1 വരുന്ന രീതിയിൽ വന്നു. അപ്പം ഇവിടുത്തെ ഡിഫറൻസ് എടുത്ത് എഴുതണം ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ നേരെ ഈ നമ്പർ എടുത്ത് എഴുതാണ് വേണ്ടത്. റൈറ്റ്. അതുപോലെ ഓക്കെ, ഇത് എഴുതാം നമുക്ക് നേരെ. അപ്പോൾ ഇത് N-R+1/R is equal to NCR 84 ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടി. അപ്പോൾ 84 എന്ന് പറഞ്ഞ സാധനം 12 into 7 ആണ്. സോ 7 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. 3n - 3r + 3 is equal to 7r എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 3n - 10r + 3 is equal to 0 എന്ന് കിട്ടി. റൈറ്റ്. ഇനി ഇതൊരു ഇക്വേഷൻ ആയിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചു. ഇതേപോലെ ഒരു കണ്ടീഷൻ കൂടി നമുക്ക് എടുക്കാം. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ NCR ഡിവൈഡഡ് ബൈ NCR+1 is 84 ഡിവൈഡഡ് ബൈ 126. ഓക്കെ, ഈ NCR/NCR+1 നമ്മൾ തൊട്ട് മുന്നത്തെ അതേ ഫോമിൽ തന്നെയാണ് ഉള്ളത്. ആറിന് പകരം നമുക്ക് തിരിച്ച് റിവേഴ്സ് റേഷ്യോ എടുക്കാം. NCR+1/NCR എടുക്കാം. NCR+1/NCR എടുക്കാം. That is going to be 126 divided by 84. അപ്പോൾ ഇത് തൊട്ട് മുന്നത്തെ പോലത്തെ തന്നെയാണ്. ആറിന് വരെ R+1 ആണെന്ന് മാത്രം. സോ NCR+1/NCR എന്ന് പറഞ്ഞത് N-R ഡിവൈഡഡ് ബൈ R+1 ആണ്. അത് 126/84 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 21, ഇവിടെ 14 ആണ്. അത് പിന്നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 3/2 ആണ്. അപ്പോൾ 2n - 2r is equal to 3r + 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2n - 5r is equal to 3 എന്ന് കിട്ടും. 2n - 5r is equal to 3 എന്ന് കിട്ടി. അപ്പം നമ്മുടെ കയ്യിലുള്ളത് 2 ഇക്വേഷനാണ്. 2 ഇക്വേഷനുകൾ നോക്കാം. 3n - 10r is equal to -3 ഉം 2n - 5r is equal to 3 ഉം. ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് r കണ്ടുപിടിക്കാനാണ്. n-നെ എലിമിനേറ്റ് ചെയ്യണം. n-നെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -20r പ്ലസ് 15r is equal to -6 -9 എന്ന് കിട്ടും. അപ്പം -5r is equal to -15 എന്ന് കിട്ടും. r is equal to 3 എന്ന് കിട്ടും. r is equal to 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. r മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. M men and n women are to be seated in a row so that no two women sit together. If m greater than n, the number of ways this can be done is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ എലിഫന്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ M men and n women ആണല്ലോ. M men n women. ഇതിൽ റെസ്ട്രിക്ഷൻ ആർക്കുള്ളതെന്ന് അറിയോ?
നോ ടു വിമൻ സിറ്റ് ടുഗെദർ. പെണ്ണുങ്ങൾ അടുത്തടുത്തിരിക്കാൻ പാടില്ല. ആണുങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആണുങ്ങളെ ആദ്യം അറേഞ്ച് ചെയ്യാൻ പോണ്. MNനെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോണ്. MNനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് M ഫാക്ടോറിയൽ ബേസിലായിരിക്കും. സപ്പോസ് മെന്നിനെ അവിടെ അറേഞ്ച് ചെയ്തു. അപ്പൊ M ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി വിമൻ വരാൻ പോകുന്നത് ഈ ഗ്യാപ്പുകളിലേക്ക് അവർക്ക് വരാം. ഈ ഞാൻ ക്രോസ് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് അവർക്ക് വരാം. അപ്പൊ ഈ ക്രോസ് മാർക്ക് ചെയ്തത് M+1 ഉണ്ടാവും. ഈ M+1 ഗ്യാപ്പുകളിലേക്ക് വിമൻ വരുന്നത് എത്ര പേരുണ്ട്? N വിമൻ ആണ്. അപ്പൊ M+1 ഗ്യാപ്പുകളിൽ N വിമൻ അറേഞ്ച് ചെയ്യുന്നു. M+1 PN. ഓക്കെ, അപ്പൊ എല്ലായിടത്തും വിമൻ വരണമെന്നില്ല കേട്ടോ. കാരണം എല്ലാ സ്പേസും ഓക്യുപ്പൈ ചെയ്യണമെന്നില്ല. സി ഫോർ എക്സാമ്പിൾ ഒരു കേസിൽ ഇവിടെയും 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 ആയിരിക്കാം. അപ്പോൾ ഇവിടെ ആളുണ്ടാവില്ല, ഇത് കാലിയായി കിടക്കുന്നുണ്ടാവും. ഇത് കാലി, ഇത് കാലി, ഇത് കാലി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ രണ്ട് മെൻ അടുത്തടുത്ത് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രശ്നമില്ല, നോ പ്രോബ്ലം. കാരണം മെൻ ഒരുമിച്ച് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. വിമൻ അടുത്തടുത്ത് വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ നമ്പർ എന്താണ്? M ഫാക്ടോറിയൽ ഇൻറ്റു M+1 PN. നല്ലൊരു ചോദ്യമാണ്. സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ കോൺവെക്സ് പോളിഗൺ ഹാസ് 44 ഡയഗണൽസ്. ദ നമ്പർ ഓഫ് ഇറ്റ്സ് സൈഡ്സ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ 11 കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ N ആണ് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് N ആണെങ്കിൽ നമുക്കറിയാം N പോയിന്റ്സ് ആണല്ലോ ഉണ്ടാവുക. N സൈഡുകളാണെങ്കിൽ N പോയിന്റ്സ്. അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് NC2 ആയിരിക്കും. അതിൽ ഡയഗണലുകളുടെ എണ്ണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈഡുകളുടെ എണ്ണം അതിൽ നിന്ന് കുറച്ചാൽ മതി. കാരണം ഒരു പോളിഗണിന്റെ വെർട്ടിസസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ലൈനുകളുടെ എണ്ണം NC2 ആണ്. അതിൽ N ഓഫ് ദം വിൽ ബി എന്താണ്? സൈഡ്സ്. ദ റിമൈനിങ് വിൽ ബി വാട്ട്? ഡയഗണൽസ്. സോ ദിസ് ഇസ് N ഇൻറ്റു N-1/2 മൈനസ് N ആയിരിക്കും. സോ ദിസ് ഇസ് N/2 ഇൻറ്റു N-1 -2 എന്ന് കിട്ടും. സോ N ഇൻറ്റു N-3/2 ആണ് നമ്പർ ഓഫ് ഡയഗണൽസ്. അത് എത്ര തന്നിരിക്കുന്നത്? 44. അപ്പോൾ 44 ആണ് N ഇൻറ്റു N-3/2 എന്ന് കിട്ടും. അപ്പോൾ 88 ഇസ് ഈക്വൽ ടു N ഇൻറ്റു N-3 എന്ന് കിട്ടും. അപ്പം നമുക്കിത് ക്വാഡ്രാറ്റിക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. കാരണം N-ഉം N-3 ആയിട്ടുള്ള നമ്പേഴ്സ് 11ഉം 8ഉം ആണ്. സോ 88. അപ്പം Nന്റെ വാല്യൂ 11 ആണെന്ന് കിട്ടി. സിമ്പിൾ, ഒരു ബുദ്ധിമുട്ടുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മിഡിൽ ടേം ഓഫ് 1/x പ്ലസ് x sin x ഹോൾ റേസ് ടു 10 is equal to 7 and 7/8. then the value of x is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കുന്ന ചോദ്യമാണ്. വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ചെയ്ത് കിട്ടിയവർക്ക് ആൻസർ C കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കണം, നമുക്കിവിടെ 1/x പ്ലസ് x sin x റേസ് ടു 10 ആണല്ലോ. അപ്പം 11 ടേംസ് ഉണ്ടാവും. 11 ടേംസ് ഉണ്ടാവും. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആയിരിക്കും? ഇവിടെ 5 പ്ലേസ് ചെയ്തു, 5 പ്ലേസ് ചെയ്തു. 6th ടേം ആയിരിക്കും. 5 ഇപ്പുറത്തും 5 ഇപ്പുറത്തും 10 ടേം. നടുവിൽ 6ാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടേം. 6th ടേം ആണ് മിഡിൽ ടേം. അപ്പൊ മിഡിൽ ടേം 7 and 7/8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ടേം 7 and 7/8 എന്ന് പറഞ്ഞാൽ 6th ടേം. അപ്പൊ 6th ടേം എന്ന് പറഞ്ഞാൽ അതിൽ എന്തായിരിക്കും? 10c5 ഇൻറ്റു 1/x raised to 5 ഇൻറ്റു x sin x raised to 5 ആയിരിക്കും. T6 എന്ന് പറഞ്ഞ സാധനം, റൈറ്റ്? അതവർ പറയുന്നത് എന്താണ്? 7 and 7/8. 7 and 7/8. സോ x raised to 5 ക്യാൻസൽ ആയിപ്പോയി. 10c5 ഇൻറ്റു sin x raised to 5 ആണ് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? 7 and 7/8 എന്ന് പറയുമ്പോൾ 8 63 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. അപ്പോൾ 10c5 എന്ന് പറയുന്നത് 10 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ഇൻറ്റു sin x raised to 5 is equal to 63 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോണത് 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 is equal to ഇൻറ്റു sin x raised to 5 കേട്ടോ. ഇൻറ്റു sin x raised to 5 is equal to 63 divided by 8 എന്ന് കിട്ടും. അപ്പോൾ 63 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 9 7 63 ഇതാ ക്യാൻസൽ ആയി. ബാക്കി 2 ഇൻറ്റു 5 10 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ നമുക്ക് ഇവിടെ നോക്കുക. ഇവിടെ 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞത് 6 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? 2 കിട്ടി.
2ഉം 8ഉം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? 4 കിട്ടി. അപ്പോൾ sin x raised to 5 is equal to 1/4 into 8 എന്ന് കിട്ടി. So this is 1/2 raised to 5 എന്ന് കിട്ടി. sin xന്റെ വാല്യൂ 1/2 ആണ് കിട്ടി. അപ്പോൾ sin xന്റെ വാല്യൂ 1/2 എന്ന് പറയുമ്പോൾ this is sin of pi/6 ആണല്ലോ. x is equal to n pi plus minus 1 raised to n pi/6. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. n pi plus minus 1 raised to n pi/6. sin x is equal to sin alpha solution. x is equal to n pi plus minus 1 raised to n alpha. Next question പോകാം നമുക്ക്. If n is a positive integer, the coefficient of x raised to minus 1 in the expansion of 1 plus x raised to n into 1 plus 1 by x raised to n is. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയവർക്കുണ്ടെങ്കിൽ ആൻസർ ഡോഗ് 2nCn-1 കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പം നമുക്ക് 1 plus x raised to n ഉണ്ട്, അതിൻ്റെ കൂടെ എന്തുണ്ട്? 1 plus 1 by x raised to n ഉണ്ട്. റൈറ്റ്, 1 plus x raised to n into 1. ഇതിനെ ഒരുമിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക്. ദിസ് ഇസ് 1 plus x plus 1 by x. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. ആദ്യം ഇങ്ങനെ ചെയ്യാം, അതാണ് നല്ലത്. 1 plus x raised to n into x plus 1 by x whole raised to n എന്ന് എഴുതി. ഇത് 1 plus x raised to 2n divided by x raised to n ആയി. ഇനി നോക്കണേ, നമ്മൾ ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് ഡിനോമിനേറ്ററിലെ ഓരോ ടേമിനെ x raised to n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പോൾ വി ആർ ലുക്കിംഗ് അറ്റ് ദ ടേം കണ്ടെയ്നിങ് x raised to -1. അപ്പോൾ ടേം കണ്ടെയ്നിങ് x raised to -1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോമിനേറ്ററിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ വി ആർ ലുക്കിംഗ് അറ്റ് 1 plus x raised to 2n എക്സ്പാൻഷനിലെ ടേം കണ്ടെയ്നിങ് x raised to n-1 നോക്കിയാൽ മതി. കാരണം എല്ലാ ടേമുകളെയും x raised to n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എല്ലാ ടേമുകളെയും x raised to n കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ എക്സ്പാൻഷൻ കിട്ടാൻ പോകുന്നത്. അതിൽ x raised to -1 ടേം ആണ് നമ്മൾ നോക്കേണ്ടത്. x raised to -1 ടേം മൊത്തത്തിൽ നോക്കണതിന് പകരം ന്യൂമറേറ്ററിലുള്ള എക്സ്പാൻഷനിൽ x raised to n-1 ടേം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വി വാണ്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് x raised to n-1 in 1 plus x whole raised to 2n. ഇതാണ് നമ്മൾ നോക്കേണ്ട സാധനം. ഇനി നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് x raised to r in 1 plus x whole raised to n is എന്ന് പറഞ്ഞാൽ എന്താ? NCR ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിക്വയർഡ് ആൻസർ എന്ന് പറഞ്ഞ സാധനം 2nCn-1 ആയിരിക്കും. 2nCn-1 ആയിരിക്കും നമ്മുടെ റിക്വയർഡ് ആൻസർ. 2nCn-1. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 minus x plus x square whole raised to n is a0 plus a1x plus a2x square up to a2nx raised to 2n. Then a0 plus a2 plus a4 plus up to a2n is equal to. സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ എ എന്ന് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. 1 minus x plus x square whole raised to n എന്ന് നമുക്ക് കിട്ടിയത് എന്താ? a0 plus a1x plus a2x square അങ്ങനെ പോയി a2nx raised to 2n എന്ന് കിട്ടി. Then a0 plus a2 plus up to a2n എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൽ എക്സിന് ആദ്യം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 is equal to a0 plus a1 plus a2 plus up to a2n കിട്ടും. എല്ലാ കോഎഫിഷ്യന്റുകളുടെ സമ്മം നമുക്ക് വേണ്ടത് a0 plus a2 plus a4 ഈവൻ കോഎഫിഷ്യന്റുകളുടെ സമ്മാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈവൻ പവർ ഓഫ് എക്സുകളുടെ കോഎഫിഷ്യന്റുകളുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. ഇനി എക്സിന് ഞാൻ -1 കൊടുക്കാൻ പോവാം. -1 കൊടുക്കുമ്പോൾ എന്താ കിട്ടാൻ പോണത്? 3 raised to n is equal to a0 minus a1 plus a2 അങ്ങനെ പോയി up to a2n കിട്ടും. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ സംഭവിക്കാൻ പോണേ? 1 plus 3 raised to n ആയിരിക്കും എന്ത്? a1 a3 അങ്ങനത്തതെല്ലാം ക്യാൻസൽ ആയി പോയി, ബാക്കിയുള്ളതൊക്കെ 2 times ആയി. 2 times a0 plus a2 plus up to a2n ആയി മാറി. അപ്പൊ 1 plus 3 raised to n by 2 ആയിരിക്കും a0 plus a2 plus up to a2n വരിക. ഇതൊരു കോമൺ ട്രിക്കാണ് കേട്ടോ. നമുക്ക് ഈവൻ പവറുകളുടെ
ഈവൻ പവറുകൾ വരുന്ന എക്സ് ടേമുകൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് സമ്മ് കിട്ടാൻ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ എക്സ് 1 കൊടുക്കുക -1 കൊടുക്കുക ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുക ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ സപ്പോസ് ഇതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. എങ്ങനെ എഫ് ഓഫ് 1 കണ്ടുപിടിക്കാം, എഫ് ഓഫ് -1 കണ്ടുപിടിക്കാം ബൈ 2. എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് -1 ബൈ 2 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 1 + 3n ബൈ 2 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the coefficients of a raised to r minus 1, a raised to r and a raised to r plus 1 in the expansion of 1 plus a whole raised to n r in AP, then n square minus n into 4r plus 1 plus 4r square is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, ചെയ്ത് നോക്കിയവർക്ക് ആൻസർ 2 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് 1 plus a whole raised to n ന്റെ എക്സ്പാൻഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്? a raised to r minus 1, a raised to r, a raised to r plus 1. ഇതിന്റെ കോഎഫിഷ്യന്റുകൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ദിസ് ഇസ് NCR -1, NCR plus 1 അങ്ങനെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ NCR -1, NCR plus 1 എന്തിലാന്നാ പറഞ്ഞിരിക്കുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ഇൻ AP. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 2 ടൈംസ് NCR ആയിരിക്കും NCR -1 പ്ലസ് NCR plus 1 എന്ന് കിട്ടാൻ പോകുന്നത്. ഞാൻ ഇനി ത്രൂ ഔട്ട് ഇതിനെ NCR കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പൊ 2 is equal to NCR -1 by NCR പ്ലസ് NCR plus 1 divided by NCR എന്ന് കിട്ടി. ഈ NCR by NCR -1 നമുക്കറിയാം, അതിന്റെ റെസിപ്രോക്കൽ ആണല്ലോ ഇത്. അപ്പൊ ഇത് n മൈനസ് ഓഫ് r -1 ഡിവൈഡഡ് ബൈ ആറിന്റെ റെസിപ്രോക്കൽ ആണ് സംഭവം. അപ്പൊ എന്താ വരാൻ പോണത്? r ഡിവൈഡഡ് ബൈ n മൈനസ് r പ്ലസ് 1. ഇനി NCR plus 1 by NCR എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? n മൈനസ് r ബൈ r പ്ലസ് 1. അതാണ് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് 2 is equal to r by n minus r plus 1 plus n minus r divided by r plus 1 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ this is equal to r into r plus 1 plus n minus r into n minus r plus 1 divided by n minus of r minus 1 times r plus 1 എന്ന് എഴുതി ഞാൻ ഇതിനെ. അപ്പൊ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 into ഇവിടെ n into r plus 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? nr plus n എന്ന് എഴുതാം. മൈനസ് ഈ r മൈനസ് 1 into r plus 1 നമുക്ക് r സ്ക്വയർ മൈനസ് 1 എഴുതാം. മൈനസ് ഉള്ളത് കൊണ്ട് അത് 1 മൈനസ് r സ്ക്വയർ ആയിട്ടുണ്ടാവും. 1 മൈനസ് r സ്ക്വയർ. ഓക്കെ, ഇസ് ഈക്വൽ ടു ന്യൂ ഇത് LHS. RHS എന്തായിരിക്കും? r സ്ക്വയർ പ്ലസ് r. ഈ n മൈനസ് r ഇൻറ്റു n മൈനസ് r പ്ലസ് 1 n മൈനസ് r ഇൻറ്റു n മൈനസ് r പ്ലസ് n മൈനസ് r എന്ന് എഴുതാൻ പോവാ. n മൈനസ് r ഇൻറ്റു n മൈനസ് r n സ്ക്വയർ മൈനസ് 2nr പ്ലസ് r സ്ക്വയർ പ്ലസ് n മൈനസ് r എന്ന് കിട്ടി. അപ്പൊ ഇവിടെ 2nr പ്ലസ് 2n പ്ലസ് 2 മൈനസ് 2r സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. ഇവിടെ r ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. പ്ലസ് n സ്ക്വയർ മൈനസ് 2nr പ്ലസ് 2r സ്ക്വയർ 2r സ്ക്വയർ എന്ന് എഴുതിട്ടോ. പിന്നെ n സ്ക്വയർ മൈനസ് 2nr പ്ലസ് n എന്ന് കിട്ടി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന അവരെന്താണ്? n സ്ക്വയറിന്റെ ടേമിൽ ഒരു ക്വാഡ്രാറ്റിക് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ n സ്ക്വയറിന്റെ ടേമിൽ നമുക്ക് ഇതിനൊരു ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ n സ്ക്വയറിന്റെ ഫോമിൽ ഒരു ക്വാഡ്രാറ്റിക് ആക്കി എഴുതുവാണെങ്കിൽ n സ്ക്വയർ ഉണ്ട്. പിന്നെ അപ്പോൾ ഈ ടേം നമ്മൾ കൺസിഡർ ചെയ്തു ഓൾറെഡി. ഇനി n ടേമുകൾ നോക്കാം. ഇവിടെ 2nr ഉണ്ട്, 2n ഉണ്ട്, മൈനസ് 2nr ഉണ്ട്, n ഉണ്ട്. അപ്പോൾ പ്ലസ് n മൈനസ് 2n എന്ന് പറഞ്ഞ സാധനം മൈനസ് n ആയി. പിന്നെ മൈനസ് 4nr ആയി. ഈ ടേംസ് ഒക്കെ നമ്മൾ എടുത്തു. ഇനി r സ്ക്വയർ ടേംസ് എന്ന് പറയുമ്പോൾ 4r സ്ക്വയർ പിന്നെ മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്: n സ്ക്വയർ മൈനസ് n ഇൻറ്റു 1 പ്ലസ് 4r പിന്നെ പ്ലസ് 4r സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. n സ്ക്വയർ മൈനസ് n ഇൻറ്റു 4r പ്ലസ് 1 പ്ലസ് 4r സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി.
അത് തന്നെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. LHS തന്നിരിക്കുക n² മൈനസ് n ഇൻറ്റു 4r പ്ലസ് 1 പ്ലസ് 4r² എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ആൻസർ ഇസ് 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. In a GP of positive terms, if any term is equal to sum of the next two terms, then the common ratio of the GP is എന്നാണ്. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ 2 sin 18 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. In a GP of positive term, any term is equal to sum of the next two terms. അപ്പോൾ any term എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം is equal to second term plus third term എന്ന് എഴുതാം. അപ്പോൾ A is equal to AR plus AR² എന്ന് എഴുതാം. A ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 1 is equal to R plus R² എന്ന് കിട്ടും. അപ്പോൾ ഇന്ന ടേം GP ഓഫ് പോസിറ്റീവ് ടേം ആണ് കേട്ടോ. A പോസിറ്റീവ് ആണ്, R പോസിറ്റീവ് ആണ്. നമ്മൾ നിൽക്കട്ടെ. അപ്പോൾ R² plus R minus 1 is equal to 0 എന്ന് കിട്ടി. R is equal to -1 plus or minus root over 1 plus 4 divided by 2 എന്ന് കിട്ടി. -1 plus root 5 divided by 2 എന്ന് കിട്ടി. പ്ലസ് ഓർ മൈനസ് വരും, പക്ഷെ നെഗറ്റീവ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, R പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് അങ്ങനെ നമ്പർ തന്നിട്ടില്ല. നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, sin 18 ഡിഗ്രി എന്ന് പറഞ്ഞ സാധനം √5 - 1 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ R എന്ന് പറഞ്ഞ സാധനം 2 times sin 18 ഡിഗ്രിയാണ്. 2 sin 18 degree is the right answer. Next ക്വസ്റ്റ്യനിലേക്ക് പോകാം. If A and G be the AM and GM respectively between two positive numbers, then the numbers are എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്ത് കിട്ടിയവർക്ക് A ± √A² - G² എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ, രണ്ട് നമ്പേഴ്സ് എയും ബി ആണെങ്കിൽ A + B is equal to 2A എന്നും AB is equal to G² എന്നും കിട്ടി. A + B is equal to 2A എന്നും AB is equal to G² എന്നും കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് നമ്പേഴ്സിൻ്റെ സം അറിയാം, പ്രോഡക്റ്റ് അറിയാമെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് റൂട്ടായിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് x² മൈനസ് സമ്മ് SX + B is equal to 0 ആണല്ലോ. അപ്പോൾ x² മൈനസ് 2AX + G² is equal to 0 ആണ്. എയും ബിയും റൂട്ടായിട്ട് വരുന്ന ക്വാഡ്രാറ്റിക്. റൂട്ട്സ് ആർ A and B. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം, അതുകൊണ്ടാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, -b അഥവാ 2 ± √B² -4AC ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ അത് A ± √A² - G² എന്ന് കിട്ടി. ഓഫ് കോഴ്സ് 2 മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് കളയാണ് ഞാൻ ചെയ്തത് കേട്ടോ. സോ നമ്മുടെ ആൻസർ A ആണ് കിട്ടിയത്. A ± √A² - G². ഓക്കെ.